ഫാറ്റി ലിവറിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ഇതിൽ പറയുന്നത്. ഫസ്റ്റ് പാർട്ട് ഞാൻ ഷോർട്സ് വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ പോയി നിർബന്ധമായി കാണണേ. ഫാറ്റി ലിവർ ഉള്ള ഒരാളുടെ റിപ്പോർട്ട് ഞാൻ കാണിച്ചു തരാം. ഫാറ്റി ലിവർ ഉള്ള ഒരാളുടെ റിപ്പോർട്ടാണ്. SGOT 48ഉം SGPT 125ഉമാണ്. ഞാനിവിടെ സർക്കിൾ ചെയ്തിട്ട് കാണിച്ചിട്ടുണ്ട്. ഇത് വളരെ കൂടുതലാണ്. ഇങ്ങനെ ആവാൻ പാടില്ല. നല്ലൊരു ഡോക്ടറെ കണ്ട് ഡോക്ടർ പറയുന്ന അനുസരിച്ചിട്ട് നിങ്ങൾക്ക് തന്നെ ഫാറ്റി ലിവർ കുറയ്ക്കാൻ പറ്റും. ഫുഡ് കൺട്രോൾ ചെയ്തിട്ട് എക്സസൈസ് ചെയ്തിട്ടൊക്കെ. അപ്പോൾ നല്ലൊരു ഡോക്ടറെ കാണാൻ മറക്കരുത്. ഫാറ്റി ലിവർ കണ്ടുപിടിക്കാൻ ഈ ടെസ്റ്റുകളാണ് ചെയ്യേണ്ടത്. ഒന്നാമത്തെ ടെസ്റ്റാണ് അൾട്രാസൗണ്ട് സ്കാൻ. നോർമൽ സൈസിൽ നിന്ന് എത്രമാത്രം കൂടിയുണ്ടെന്ന് അറിയാൻ പറ്റും. ഫാറ്റി ലിവർ ഏത് ഗ്രേഡിലാണെന്ന് അറിയാനും പറ്റും. രണ്ടാമത്തതാണ് ഫാറ്റി ലിവർ ഫങ്ഷൻ ടെസ്റ്റ്. ഈ ടെസ്റ്റിലൂടെ ഫാറ്റി ലിവർ ഉണ്ടോ എന്ന് അറിയാനുള്ള അടുത്ത ടെസ്റ്റാണ് നീരുകെട്ട് ഉണ്ടോ എന്ന് അറിയാനും പറ്റും. SGOT, SGPT ഇതിൻ്റെ വാല്യൂ എത്രയാണ് നോക്കി ഫാറ്റി ലിവർ ഉണ്ടോ എന്ന് അറിയാൻ പറ്റും. SGOPT, SGPT ഇതിൻ്റെ വാല്യൂ നോർമൽ വാല്യൂവിനേക്കാൾ കൂടുതലാണെങ്കിൽ ഫാറ്റി ലിവർ ഉണ്ടെന്നാണ് മനസ്സിലാക്കാം. മൂന്നാമത്തെ ടെസ്റ്റാണ് ഫൈബ്രോ സ്കാൻ, അഡ്വാൻസ്ഡ് ആയ മെത്തേഡ്. ഞാൻ ഈ പറഞ്ഞ ടെസ്റ്റുകൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫാറ്റി ലിവർ ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാം. എങ്ങനെ ഫാറ്റി ലിവർ മാറ്റാം? മരുന്നിനേക്കാൾ പ്രധാനം ജീവിതശൈലിയാണ്. ഭാരം കുറയ്ക്കുക, നല്ലോണം എക്സസൈസ് ചെയ്യുക, വെള്ളം കുടിക്കുക, പഞ്ചസാര കുറയ്ക്കുക, പൊറോട്ട കഴിക്കാതിരിക്കുക, മദ്യപിക്കുന്നവരുണ്ടെങ്കിൽ അത് നിർത്തുക, കൂൾ ഡ്രിങ്ക്സ് കുടിക്കാതിരിക്കുക, ഒലീവ് ഓയിൽ വെച്ചിട്ടുള്ള ഭക്ഷണം നിങ്ങൾക്ക് കഴിക്കാം. മത്തി, അയില, നത്തോലി ഒമേഗ 3 ഫാറ്റി ആസിഡ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. നട്ട്സ് കഴിക്കാം, പക്ഷേ ഡോക്ടറോട് ചോദിക്കണം എന്തൊക്കെ കഴിക്കാൻ പാടും എന്തെല്ലാം കഴിക്കാൻ പാടില്ല എന്ന്. അത് നിങ്ങൾ മറക്കരുത്. ചില നട്ട്സ് കഴിക്കാൻ പറ്റില്ല. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻ്റ് ഇടണം മറക്കരുത്.